എടാ ചോദിക്കണ. നീ ഇവിടെ നിൽക്ക്, ഞാൻ സംസാരിച്ചിട്ട് വരാം. ഇന്ന് ഇതിനൊരു തീരുമാനം. അയ്യോ സോറി 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 സോറി. പൊക്കോ പൊക്കോ പൊക്കോ. ആ ഇവിടെ തീരുകയാണല്ലേ. എന്താണ് ഒരു പഴമ്പര എടുക്കട്ടെ? ആരും കണ്ടില്ല. എന്താ ഞാൻ പറഞ്ഞില്ലേ ഒരു പഴമ്പര എന്നിട്ട് അടി മേടിച്ചിട്ട് നാണോല്ലാണ്ട് വന്നേക്കട്ടെ. അവരുടെ അടുത്ത് പോയി ചോദിക്കാം. അങ്ങനെ ഇട്ടാ പറ്റൂല്ലോ. ഇന്നെന്താണ് സാരിയൊക്കെ എടുത്ത്? 3 പേരുടെയും പിറന്നാളാണ്. നിങ്ങൾ രണ്ടുപേരും ഞാൻ എവിടെയൊക്കെ നോക്കി. ഇന്ന് മലയാണ്മയുടെ പരിപാടിയാ വരണില്ലേ? മലയാണ്മയാ? ഇതാണല്ലേ മലയാണ്മ? അതെ, മലയാളം ഡിപ്പാർട്ട്മെന്റിൽ ഇങ്ങനെയൊക്കെ ചില പരിപാടികളൊക്കെ ഉണ്ട്. അതെങ്ങനെ? വല്ലപ്പോഴും ഒക്കെ ക്ലാസ് കയറണം, എന്നാലല്ലേ അറിയൂ. പിന്നെ ഉച്ചക്ക് സദ്യയൊക്കെ ഉണ്ട്. എടാ ഉച്ചക്ക് സദ്യയൊക്കെ ഉണ്ടെന്ന്. ഇതെന്തോ വലിയ പരിപാടിയാന്ന് തോന്നേ. കൂൾ മൈ ഫ്രണ്ട്, റിലാക്സ്. അതെ, ഈ പരിപാടി എത്ര മണി വരെ ഉണ്ട്? നാടൻ പാട്ടും ഡാൻസ് ഒക്കെ ആയിട്ടേ ചെറിയ പരിപാടി ഒന്നല്ല, വൈകുന്നേരം വരെ ഉണ്ടാവും. ഇവിടെ ഇരുന്നേ പറ്റൂ. എടാ ഈ പരിപാടി വൈകുന്നേരം വരെ ഉണ്ട്. അപ്പോഴേക്കും അവളൊന്ന് കൂളാവും. പിന്നെ നമുക്ക് തീരുമാനമാക്കാം. മിസ്സേ, മലയാണ്മ സൂപ്പർ. പൂമരം പൂത്തുലഞ്ഞ് പൂവാകയിൽ പൂത്തുമ്പി പാറി വന്നേ, ഇന്നെന്റെ നെഞ്ചകത്ത് തേനൂറും. ഇവിടെ ഞാൻ മതിലടി പോയി കാണാം. കാണാനില്ലോടാ. എന്തോ ചേട്ടാ? ഒന്നുമില്ലടാ, വിട്ടോ. വണ്ടി എടുക്ക്. കൊറേ നാളെ അവൾ ഈ പരിപാടി ചോദിക്കണം. അവിടെ എന്തായി ഞാൻ പറഞ്ഞ കാര്യം? പറയല്ലേ അപ്പൊ? ഇതെന്തോ സീനാണെന്ന് തോന്നട്ടല്ലേ? ഇത് അവളുടെ വല്ല സുഹൃത്ത് വലയോ ആയിരിക്കുള്ളൂടാ. നീ ഇങ്ങനെ അല്ലല്ലോ, അങ്ങനെ അങ്ങ് പോലെ ഇഷ്ടമല്ല എന്നെ. എടാ വലയും സുഹൃത്ത് വലയും ഒന്നും അല്ലട്ടോ, ഇത് വേറെന്തോ വലയാണെന്ന് തോന്നണം. നിന്നോട് മറുപടി പറയേണ്ട കാര്യമില്ല. എടി, നിന്നെ രക്ഷിക്കാൻ ഇവിടെ ആരും വരും. നീ എന്ത് തേങ്ങ ആലോചിച്ചോണ്ടിരിക്കണ്? കണ്ടത് My kick is a punch to your face, no hints. You will bend down on your knees, broke your ribs. No luck for the day. Got to punch back, got no time. Couple hype for you did. Leave me alone, pay your mama for your help. Test my skills and you want for the help. One more, you gonna rise from the dead. Coming with one punch and you're better off dead. Huh, huh. ലൈലു, കണ്ണൂർക്ക് ലൈലു, കണ്ണൂർക്കടാ ലൈലു. ഡാ എന്ത് പറ്റി ലൈലു?
ആ കണ്ടു പറഞ്ഞ എണ്ണിക്ക് എഴുന്നേക്ക്. ഒന്നും പറ്റിയിട്ടുണ്ടാവില്ല അല്ലേ? എഴുന്നേക്ക്. ഡബിളാ ഡബിള്. അമ്മേ. ഓ. സോറി, ഞാൻ അറിയാതെ. ഇത് ക്ലാര, ഞാൻ മേരി, ഞങ്ങള് ട്വിൻസ് ആണ്. ആണാ? പറഞ്ഞത് നന്നായി, അല്ലെങ്കിൽ മനസ്സിലാവില്ലായിരുന്നു. ഞാൻ അവരുടെ കൂട്ടത്തിലുള്ള ഒരാളാന്ന് വിചാരിച്ച മുഖത്തൊരു ചവിട്ട് വന്ന് നന്നായി വേദനിച്ചല്ലേ. ഏയ്, ഇതെല്ലാം നിത്യജീവിതത്തിൽ നടക്കുന്ന കുഞ്ഞു കുഞ്ഞു തമാശകളല്ലേ? അമ്മേ. പിന്നെ ചേട്ടൻ ചുമ്മാ പോളിയല്ലേ? ആണാ? ആണ്. അന്നാ കോളേജ് വെച്ച് പോലീസുകാരൊക്കെ ഇടിച്ചെറുപ്പിച്ചപ്പോ എന്ത് ആവേശമായിരുന്നു. അത് കണ്ടപ്പോ തൊട്ട് വിചാരിച്ചാ ഞാൻ ചേട്ടനെ ഒന്ന് പരിചയപ്പെടുന്നത്. ഈ പാദമുദ്രയാണോ പരിചയപ്പാട്? അവരൊക്കെ ആരാ? മറ്റേ ഡിഷും ഡിഷും. അതാ ക്ലിൻഡും പിള്ളേരും. അവരൊക്കെ എന്റെ കൂടെ ടൈക്കൊണ്ടോ പഠിക്കുന്ന. ക്ലാസ് വെച്ച് ചെറിയൊരു കൽപ്പസി. ഞാനാന്ന് വിചാരിച്ച അവന്മാർ ഇവളുടെ അടുത്ത് പോയെ. മേരി നമുക്ക് പോവാം. വെയിറ്റ് ചെയ്ത് നിക്കുന്നേ. ഈ തൈക്കോണ്ടോ അതെന്തുകൊണ്ട്? ടൈക്കൊണ്ടോ, കരാട്ടെ, കംഫു കേട്ടിട്ടില്ലേ? ഓ, ഈ അടിയിടി ചവിട്ടി വയറ്റത്തിട്ട് കുത്ത് ആ പരിപാടിയല്ലേ? മേരി നീ വരുന്നുണ്ടേ, വാ ഞാൻ പോവാം. വെറുതെ ചുമ്മാ ഷോ ഓഫ്. ചേട്ടാ എന്നാ ഞാൻ പോട്ടെ, നാളെ കോളേജിൽ കാണാം. ചക്ക പോട്ടെ. അപ്പൊ മറക്കണ്ട, മേരി ക്ലാര. മേരി ക്ലാര ആരാ? കൺഫ്യൂഷൻ. ഞാൻ ചെക്കനും നീ ചേട്ടനല്ലേ? എന്താണ് പ്രോപ്പറായ അറ്റൻഡൻസ് ഇല്ല. അസൈൻമെന്റ് എങ്കിലും ചെയ്തോ? തനിക്കൊക്കെ ഇന്റേണൽ മാർക്ക് എങ്ങനെയാണോ ഞാൻ തരുന്നത്? കോലം കണ്ട അവന്റെ. നാളെ ഈ മുടിയൊക്കെ വെട്ടി എന്നെ പോലെ വൃത്തിയായി കുളിച്ച് ക്ലാസ് കയറിയാ മതി. പോ, കടക്ക് പുറത്ത്. അവന്റെ ഒരു ന്യായീകരണം. എന്റെ ആദരം ആരതി കറങ്ങി തിരിഞ്ഞിട്ട് ചോടിയൊരു മേരുടെ ഇന്നലെ തുടങ്ങിയതാണല്ല. പുതിയ പാഠമാണേ. ദ്വാരക. ഞാൻ മദിരാശിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലം ഈ സംസ്ഥാനത്തിലെ സാമാന്യ പഠിപ്പിന്റെ മേലധ്യക്ഷനായിരുന്ന ഡോക്ടർ ഡങ്കൻ സാഹിബിന്റെ ഉപദേശപ്രകാരം എന്താ നിങ്ങളുടെ ഉദ്ദേശം? വന്നപ്പോ തൊട്ട് തുടങ്ങിയതാ രണ്ടാളും. ഞാനിവിടെ പറയുന്ന എന്തെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ഇവന്മാർക്ക് റെഡ് കാർഡ് ഉറപ്പായി. സഹിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. ഇന്ന് നിർത്തിക്കോണം. മിണ്ടരുത്. നീ അസൈൻമെന്റ് വെച്ചായിരുന്നോ? രണ്ടാളെ എന്റെ ക്ലാസ്സിൽ കൊണ്ടുപോകരുത്. ഇറങ്ങ്. അങ്ങോട്ട് പോണോ ഇങ്ങോട്ട് പോണോ? ഇവിടെ നല്ല കാറ്റ് കിട്ടും. കഷ്ടായി പോയല്ലേ. നിങ്ങൾ എന്താ പുറത്തേക്ക് ഫ്രീ ആണെങ്കിൽ ഒരു 200 പക്ഷെ പഠിക്കാം. 200 ചുമ്മാ ഇവിടെ കുറച്ച് കാറ്റ് കിട്ടുമല്ലോ. കാറ്റ് കൊള്ളണമെങ്കിൽ താമല്ല പാർക്കിലോ ബീച്ചിലോ മൊബൈൽ ടവറിന്റെ മുകളിൽ പോയി നിൽക്കടാ. ക്യാമ്പസിൽ വന്നിട്ട് എനിക്കിട്ട് ഉണ്ടാക്കാൻ നിൽക്കില്ലേ? സാറേ, എങ്ങനെയെങ്കിലും ഞങ്ങളെ എവിടുന്ന് പുറത്തുനിന്ന് സാർ എങ്ങനെയെങ്കിലും ഞങ്ങളൊന്ന് അകത്തേറ്റ് സാർ. പഠിക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട് സാർ. പഠിക്കുന്ന പിള്ളേർ പുറത്തേക്ക് എനിക്ക് ഇഷ്ടമല്ല. നിങ്ങളെ അകത്തേറ്റ് തരാം. ഒന്ന് സംസാരിക്കുക. സഹായം കൊണ്ട് വിദ്യുത് ശക്തി ശാസ്ത്രപടവും മിസ് മേഴ്സി നയനാൻ പിള്ളേരുമായിട്ട് എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇവിടെ ഒരു പ്രശ്നവുമില്ല. ഞാൻ ഒന്ന് ക്ലാസ് എടുത്തോട്ടെ, അല്ലെങ്കിൽ സാർ വന്ന് പഠിപ്പിക്കേ. കുറെ നാളായി. സോറി മിസ് മേഴ്സി നയനാൻ. ഈ പിള്ളേര് അവര് പോയി. എന്താ സോറി. അമ്പോ, ഇതേത് വീട്? ഇതാ എന്റെ വീട്. ആണാ? വാ കേറിട്ടോ. അല്ല, എനിക്ക് പെട്ടെന്നൊന്ന്. പെട്ടെന്ന് കേറിട്ട് പോവാം, വാ. എന്റെ അമ്മോ, ഇതാണോ പടുകൂറ്റൻ ബംഗ്ലാവ്? ദൈവമേ. ഒന്നുമില്ല. അയ്യോ, ഇവളവിടെ പോയി. പോയി. ഞാൻ മേരി. മേരിയോ? മേരിയുടെ മോളല്ലേ? ഇയാളാരാന്നാ ചോദിച്ചേ? പപ്പ, ഇതാ സുരേട്ടൻ. ഞാൻ പറയാറില്ലേ? അതെ മേരി. ഓ, ലൈലാസുരൻ. മോള് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴാണ് കാണാൻ സാധിച്ചത്. ദ ബോൾഡ് ആൻഡ് സ്മാർട്ട് കമറേൻ അല്ലേ? ലാൽ സലാം സഖാവേ. ഇരിക്കി. ലാൽ സലാം. ചേട്ടാ, ഇതെന്റെ പപ്പ തോമസ് കുര്യൻ. എന്നാ നിങ്ങൾ സംസാരിച്ചിരിക്കും. എൻഗേജ്മെന്റ് കാർഡ് കുറച്ച് സാമ്പിൾസ് വന്നിട്ടുണ്ട്. മോൾ അതിൽ നിന്ന് സെലക്ട് ചെയ്യും. എനിക്കൊന്നും വയ്യ, പപ്പ എന്നെ നോക്കിയാ മതി. നടക്കുന്നു.
ആ അപ്പൊ നമ്മൾ എവിടെ സംസാരിച്ച് നിർത്തിയേ? അല്ല, നിർത്താനായിട്ട് നമ്മളൊന്നും പറഞ്ഞില്ല. അത് ശരി. ആരുടെ എൻഗേജ്മെന്റിനെ പറ്റി ഞങ്ങൾ നേരത്തെ പറഞ്ഞു? മേരി. മേരിയോ? പറഞ്ഞു തീർക്കട്ടെ. മേരിക്ക് ഒരു ട്വിൻ സിസ്റ്റർ ഉണ്ട്, ക്ലാര. അവളുടെ പയ്യന്റെ പേര് യോഹന്നാൻ. അവനങ്ങ് യോക്കോഹാമയില ഓട്ടോമൊബൈൽ എഞ്ചിനീയറാ, ജപ്പാനിൽ. ഞാന് സമയമുള്ളതുകൊണ്ട് വിശദമായി ഞാൻ വിളിക്കുന്നുണ്ട് അസുരനെ, കേട്ടോ? അസുരനല്ല, ലൈലാസുരൻ. ആ ലൈലാസുരൻ, സോറി. ഏതായാലും വന്ന സ്ഥിതിക്ക് ലൈലാസുരൻ ഇതിൽ നിന്നൊരു കാർഡ് സെലക്ട് ചെയ്യും. അതെ, ഞാനാ? പിന്നെ യങ്സ്റ്റേഴ്സിന്റെ ട്രെൻഡ് അല്ലേ നമുക്ക് വേണ്ടത്. ഒരെണ്ണം സെലക്ട് ചെയ്യാം. ഇത് കൊള്ളാം. പക്ഷേ ഇതോ എടുത്താ പോരെ? ഞാൻ പറഞ്ഞോ? അങ്ങളെ ഇയൊക്കെ എന്തോ കുഴപ്പമുണ്ടല്ലോ. കൊള്ളാം. നേരിടല്ലോ പപ്പ. എന്റെ അമ്മോ, എന്ത് വലിയ വീടാ. മേരി എന്തിനാ പേട്ടക്കാച്ചി കോളേജിൽ പഠിക്കാൻ? പിന്നെ നമുക്ക് എം എ എടുക്കാൻ കൂടെ ചേർന്നാ. ഒരു മാനേഴ്സ് ഇല്ലാണ്ടല്ലോ റൂമിലേക്ക് കയറി വരുന്നേ. സോറി, ഞാൻ കണ്ടില്ല, ക്ഷമിക്കണം. ചേട്ടൻ വാ. അല്ലാതെ ഞാൻ വീട്ടിൽ പോക്കോട്ടെ? എനിക്ക് സന്ധ്യക്കുള്ളിൽ വീട്ടിലത്. ഒരു സൂത്രം കാണിച്ചു തരാം. എന്ത് സൂത്രം? ഹായ്, ദേ ഇത് ഒരുപാടുണ്ടല്ലോ. ആ മഞ്ഞ കൊറേ കളേഴ്സ് ഉണ്ടല്ലോ. ആ ബ്ലാക്ക്, ഇത് ഏത് കിടന്നു മനസ്സിലായോ? ഇതൊക്കെ ഞാൻ അടിച്ചു മേടിച്ച 6ാമത്തെ വയസ്സ് തുടങ്ങിയതാ. ആണോ? ഇതെങ്ങനെയുണ്ട്? ആ കൊള്ളാം. ഇതുപോലെ ഒരുപാടുണ്ട്, ഞാൻ കാണിച്ചു തരാം. അതെ, ബാക്കിയൊക്കെ പിന്നെ കാണാം. ഞാനെന്നാ പൊക്കോട്ടെ. ആരും കഴിക്കാത്ത കുറച്ച് ചോക്ലേറ്റ്സ് ഉണ്ട്. ഇത് ചേട്ടൻ മേമയുടെ മോൾക്ക് കൊടുത്തോ. അപ്പൊ ശരി. ഭാഗ്യം, രക്ഷപ്പെട്ടു. നല്ല ബെസ്റ്റ് ഫാമിലി. എല്ലാവർക്കും വട്ടാവും. കാറേട്ടാ കാറേട്ടാ കാറേട്ടാ. അയ്യേ ചേട്ടാ, അവിടെ എടാ, എന്റെ നിഗമന വീക്ഷണത്തിൽ എവിടേക്കോ ചില ലോജിക്കൽ പ്രശ്നം ഉണ്ടെങ്കിലും ഈ ഇടിക്കാച്ചി പെങ്കൊച്ചി നിന്നെ കൊണ്ടേ പോവും. അതൊന്നും ശരിയാവില്ലടാ. അവരൊക്കെ വലിയ കാശുകാരല്ലേ? നല്ല മിഠായാണല്ലോ. ആണാ? അവളെ മേകാരിയല്ലേ? അതെ. പിന്നെന്തിനാണ് അവളെ നിന്റെ പുറകെ ചേട്ടാ ചേട്ടാന്ന് വിളിച്ച് ഇറക്കണത്? അവളെന്താണ് എന്നെ ചേട്ടാ ചേട്ടാന്ന് വിളിക്കണത്? പ്രേമം. ഇത് പ്രേമൊന്നും ആയിരിക്കില്ലടാ ഫിഫു. ഇത് വല്ല ആരാധന ആയിരിക്കുള്ളൂ. ആരാധിക്കാൻ നീ ആരാണ്? എടാ, ഞാനേ സെക്കൻഡ് ഈസി റെപ്പാണ്. സെക്കൻഡ് ഈസി റെപ്പ്. ആ പാട്ടുകാരൻ അന്വേഷിച്ചിറക്കണ്ടാ. എന്തിന്? അതവര് വരുമ്പോ നിന്നോട് പറഞ്ഞു. എടാ, ഒരു പെണ്ണും നമ്മളോട് ഇങ്ങോട്ട് വന്ന് ഇഷ്ടം പറയൂല. അവര് നമ്മൾ ഇങ്ങനെ മോഹിപ്പിച്ചോണ്ടേയിരിക്കും, നമ്മൾ അവരോട് ഇഷ്ടമാണെന്ന് പറയണവരെ. അയ്യോ, അപ്പൊ നമ്മൾ അവരുടെ അടുത്ത് ഇഷ്ടം പറഞ്ഞില്ലെങ്കിലോ? അവര് വേറെ കല്യാണം കഴിച്ചു പോകും. അയ്യോ. എന്നിട്ട് ഒരു കൊച്ചൊക്കെ ആവുമ്പോ കൊറേ നാള് കഴിഞ്ഞ് വാട്സാപ്പിൽ നിനക്കൊരു മെസ്സേജ് വരും, ചേട്ടാ എനിക്ക് ചേട്ടൻ പണ്ട് ചേട്ടൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നു പറഞ്ഞു. അയ്യോ, അത് ഭയങ്കര കഷ്ടായി പോലുള്ള ഫിഫു. പിന്നെ ഭയങ്കര കഷ്ടായി. അതുകൊണ്ട് എനിക്ക് നിന്നോട് പറയാനുള്ളത്, നമ്മൾക്ക് ഇഷ്ടമുള്ളവരെയല്ല നമുക്ക് ഇഷ്ടപ്പെടണ്ടേ, നമ്മളെ ഇഷ്ടപ്പെടുന്നവരെയാണ് നമ്മൾ ഇഷ്ടപ്പെടേണ്ടത്. എന്നാലേ ലൈഫിൽ അർത്ഥം ഉണ്ടാവും. ഇങ്ങനെ എല്ലാം കൂടി വലിച്ചു കേട്ടിട്ടുള്ള ഫിഫു ഓരോന്നായിട്ട് തിന്നെ വെള്ളം. നീ അത് വീണ്ടും കൊടുക്കണം. ഏത്? എടാ, നിന്റെ ഒരു പേട്ടാപ്പള്ളി കത്തിൽ ആരെയും കാണിക്കാണ്ട് പൊരുത്തി കൂട്ടി വെച്ചാണത്. അത് മേരിക്കൊള്ളതാ. നീ ഇത്ര നാൾ കാത്തിരുന്നതും അവക്ക് വേണ്ടിയാ. ഇതൊന്നും നടപടിയാവില്ല ഫിഫു. ഇനി ഒരാളുടെ മുമ്പിൽ കോമാളിയാവൻ ഈ ലൈലാസുരനെ കിട്ടില്ല 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 കിട്ടില്ല. മാം, ഈ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ ചർച്ച് ക്ലാസിക്സ് അത് ജോർജ് മേനച്ചേരിയുടെ അല്ലേ? അത് അപ്പുറത്തെ സെഷനാ, ഞാൻ എടുത്തു തരാം. ഓക്കെ മാം. ആഹാ, ഇവിടെ വിളിച്ചേക്കാണല്ലേ കള്ളി. മോളെ, ബുക്ക് കിട്ടിട്ടോ? ചിരിണ്ട്. ഓ മേരി ഫിക്സ്. ഹായ്, എനിക്ക് കുട്ടിയുടെ അടുത്ത് ഒരു കാര്യം പറയാനുണ്ട്. എനിക്കറിയാം കുട്ടിക്ക് എന്നെ ഒരുപാട് 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 ഇഷ്ടമാണ്. നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളെയല്ല, നമ്മളെ ഇഷ്ടപ്പെടുന്ന ആളെയാണ് നമ്മൾ ഇഷ്ടപ്പെടേണ്ടതെന്ന് ഒരു മഹാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട്
ഇതിലെന്റെ ഇഷ്ടമുണ്ട്. ആ ഇഷ്ടം കുട്ടിക്ക് എന്നോടുള്ള ഇഷ്ടത്തിന്റെ ഇഷ്ടത്തോടുകൂടി വായിച്ചു നോക്ക്, ഇഷ്ടപ്പെടും. താൻ ഏത് കാലഘട്ടത്തിലാ ജീവിക്കുന്നത്? കുറച്ചെങ്കിലും മെച്ചൂരിറ്റി ഉണ്ടാവണം. ഇഷ്ടം പറയാൻ വന്നിരിക്കുന്നു. കഷ്ടമുണ്ട്. വഴി മാറും. എവിടെ ചെന്നാലും എവിടെയാണോ? ഇതല്ലേ ബുക്ക്? താങ്ക് യു മാം. മേരി അല്ലേ? മേരി എന്താ ഇവിടെ? അപ്പ അകത്താരാ? ക്ലാര. ആഹാ, അപ്പ ശരി. അപ്പ ലൈല അകത്തുണ്ട്. അവൻ പെട്ട്. ക്ലാര ആരാണവള്? എനിക്ക് പറ്റിട്ടില്ല എന്ന് പറയാനായിട്ട് ആരാണവള്? മേരി ലൈലു, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? എനിക്കറിയാം ലൈലുവിന് എന്നോട് ദേഷ്യാണെന്ന്. അല്ല, അതിപ്പോ ആർക്കായാലും ദേഷ്യം വരും. അന്ന് ആ സിറ്റുവേഷനില് ലൈലുവിന് വിഷമാവാണ്ടിരിക്കാനാ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞേ. സത്യം പറഞ്ഞ വിശ്വസിക്കോന്ന് അറിഞ്ഞൂടാ, എന്നാലും ഞാൻ പറയാം. എനിക്ക് ചൊവ്വാദോഷാണ്. സത്യായിട്ടു. അതിന് നീ ഏതാണ്? ലൈലു ഞാനാ, സരോജാദേവി. ആരാണ് നീ? ഏതാണ് നീ? മാറിക്കങ്ങട്. അവളുടെ അച്ഛനെ ചൊവ്വല ലോട്ടറി ടിക്കറ്റ് കൊടക്കള്ളി. ഇന്നൊരു സംഭവം ഉണ്ടായി. എന്ത്? ഞാൻ നിന്നോട് എപ്പോഴും പറയാറില്ലേ ഒരു ചേട്ടനെ പറ്റി? ഏത്? ആ പൊളിയൻ ചേട്ടനാ? ആ സുരേട്ടൻ. പുള്ളി വന്ന് ഇഷ്ടമെന്ന് പറഞ്ഞു. ആരോട്? നിന്നോടാ? എന്നോടല്ല, അവളോട്. ക്ലാരനോടാ? ആ, എന്നിട്ട് അവളെന്ത് പറഞ്ഞു? ആ, അവളെ ആട്ടി വിട്ടെന്ന് തോന്നുന്നു. പാവൻ ചേട്ടൻ. നല്ലതല്ലേ? അവളുടെ എൻഗേജ്മെന്റ് ഒക്കെ അല്ലേ വരുന്നത്? എനിക്ക് ഇഷ്ടമല്ല അയാളെ. യോഹന്നൻ അല്ലൊരു മോരടനാ. അസുരേട്ടൻ പൊളിയാണ്. പുള്ളി ക്ലാരനെ കോളേജിൽ വന്നപ്പോ തൊട്ടുള്ള നോട്ടാ ഞാൻ കണ്ടിട്ടുണ്ട്. അല്ല, അതും പറഞ്ഞ് നീ ഇപ്പൊ എന്ത് ചെയ്യാൻ പോവാ? ഈ നാട്ടിൽ വന്ന ശേഷം ലൈഫിനൊരു ത്രില്ലില്ലായിരുന്നു. ഇനി ഇതങ്ങ് സെറ്റ് ആയെങ്കിൽ ഫുൾ അഡ്വഞ്ചർ ആയിരിക്കും. അടിയും ഇടിയും ഡാൻസും പാട്ടും നല്ല രസമായിരിക്കും അല്ലേ? എന്താണ് രണ്ടുപേരും? ചെറിയൊരു പ്രശ്നമുണ്ട്. ഇത് പ്രാക്ടീസ് ഒന്നുമില്ല മേരി. ടൂർണമെന്റിന് അടുത്തു. ഗെറ്റ് റെഡി. ആദ്യം ക്ലാര ഒക്കെ അടിക്കണം. പപ്പ സമ്മതിക്കണം. പിന്നെ പപ്പയൊക്കെ ആണെങ്കിൽ ക്ലാര ഒക്കെ ആവുമായിരിക്കും. മാധവ്, അതൊരു പ്രശ്നോ? എന്ത് പ്രശ്നം വന്നാലും അതിനെ നേരിടാനുള്ള ധൈര്യം വേണം. അത് പുള്ളിക്ക് ആവശ്യത്തിനുണ്ട്. പുള്ളി മാസല്ലേ? നോക്കിക്കോളാം. കളഞ്ഞത് എല്ലാത്തിനും ഞാൻ തന്നെ വേണം. എടാ ഫിഫു, ഇതിലോട് ചക്കക്കുരു ഇടാൻ പറഞ്ഞു. ഓ ശരി. മോശമൊന്നുമല്ലല്ലോ, നല്ലതൊക്കെയാണ്. ഒന്ന് കഴിച്ചു നോക്കിയേ. എന്നാ നീ മിണ്ടരുത്. അവളുടെ ചേച്ചിയുടെ മുമ്പിലേ ഞാൻ മണ്ടനായിപ്പോയി. നീ ഒറ്റൊരുത്തൻ കാരണമാണ് തെണ്ടി. ഞാൻ എന്ത് ചെയ്തെന്നാണ്? അവരൊരേ പോലിരിക്കണേ ഞാൻ എന്ത് ചെയ്യാനാണ്? അതെന്താന്നറിയോ, എന്റെ ഉഷ ടീച്ചർ പറഞ്ഞിട്ടുണ്ട് ട്വിൻസ് ആണെങ്കിലേ ഒരേപോലെ ഇരിക്കത്തുള്ളൂ. അതൊരു പുതിയ അറിവാണ്. ഒരു കാര്യം ചെയ്യ്, ഈ ചക്ക എഴുതിട്ട് മിണ്ടാതിരി. ക്ലാര എന്നാലും എന്ത് വിചാരിച്ചിട്ടുണ്ടാവും? നാളെയെങ്കിലും മേഴ്സി ടീച്ചർ ഒന്ന് ക്ലാസ്സിൽ കയറ്റിയാൽ മതിയായിരുന്നു. നാളെ കുറച്ച് ചക്കയായിട്ട് പോയാലോ? ചക്കക്കുരു ഇട്ടിട്ടുണ്ട്. ഇനി അതും പറഞ്ഞ് പരാതി പറയാൻ നിൽക്കണ്ട. മേരിയാ ചേട്ടൻ നല്ല പണി കാണിച്ച. എന്താ പെട്ടെന്ന് പോയി കളഞ്ഞേ? ഞാൻ കൊറേ നോക്കി. ഹായ് ചക്ക. ഞാൻ വായിക്കട്ടെ. കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. എങ്ങനെ മനസ്സിലായി? അതൊക്കെ മനസ്സിലായി. അത് ഞാൻ മേരിയാന്ന് വിചാരിച്ച് ക്ലാര വന്നപ്പോ അറിയാണ്ട് പറ്റിപ്പോയതാ. സോറി. എന്ത് പ്രശ്നം വന്നാലും കട്ടയ്ക്ക് കൂടെ നിൽക്കുവോ? മേരി എന്റെ കൂടെ വെക്കോ? ചേട്ടന്റെ കൂടെ ഞാൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എന്ത് പ്രശ്നം വന്നാലും പോട്ടെ പോലെ നമുക്ക് ഇടിച്ചേക്കാം. പക്ഷെ അതല്ലല്ലോ പ്രശ്നം. എന്താ പ്രശ്നം? മെയിൻ ആയിട്ട് 3 കാര്യങ്ങളുണ്ട്. 1, ചേച്ചിക്ക് ഇഷ്ടപ്പെടണം. പപ്പയ്ക്കും ഇഷ്ടപ്പെടണം. എന്നാലേ സമ്മതിക്കും. 2, മാമോദിസം മുങ്ങണം. മാമോസിയ ഞാനാ? അപ്പൊ മൂന്നാമത്തെ? 3, തായ്ക്കൊണ്ട് പഠിക്കണം. മറ്റേ ഡിഷും. ചക്ക തീർന്നോ? നല്ല കിളിച്ചോട്ടും ചക്കയാണ്. ടേസ്റ്റ് ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട. പോട്ടേട്ടാ.